ഹായ് ഹലോ. പാലക്കാട് നെല്ലിയാമ്പതി മലനിരകളുടെ മടിത്തട്ടിലായി വളരെ ശാന്തമായി ലോകമെമ്പാടുമുള്ള യാത്രാപ്രേമികളെ കുറച്ചു കാലമായി മാടി മാടി വിളിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഏതാണെന്നല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതാണ് കൊല്ലങ്കോട്. പാലക്കാട് ടൗണിൽ നിന്നും 25 കിലോമീറ്റർ അപ്പുറത്തായിട്ടാണ് ഇന്ത്യയിലെ 10 സുന്ദര ഗ്രാമങ്ങളിൽ ഒന്നായ ഈ കൊല്ലങ്കോട് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലങ്കോട് പട്ടണത്തിലെത്തി പൊള്ളാച്ചി റൂട്ടിൽ കയറിയാൽ ഒരു 500 മീറ്റർ ആകുമ്പോൾ തന്നെ നമുക്ക് വലത്തോട്ട് ചെറിയൊരു ഡീവിയേഷൻ കിട്ടും. ആ ചെറിയൊരു വഴിയിലൂടെ കടന്നിട്ട് വേണം നമുക്ക് കൊല്ലങ്കോടിന്റെ സൗന്ദര്യം മൊത്തമായിട്ടും ആസ്വദിക്കാൻ. ഈ നാട്ടുവഴിയിലൂടെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം കാണുന്ന സ്ഥലമാണ് ഈ കാണുന്ന താമരപ്പാടം. നിങ്ങൾ ഈ സ്ഥലമൊക്കെ കണ്ടോ? മനുഷ്യന്റെ ആത്മാവിനൊക്കെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു വിചിത്രമായ സ്ഥലം കേട്ടോ അത്. നമ്മൾ ലോകത്തുള്ള എന്ത് ടെൻഷൻ കൊണ്ട് വന്നാലും വെറുതെ ആ കാണുന്ന പനിയുടെ ചോട്ടി പോയിരുന്നിട്ട് ആ മലമുകളിലെ വെള്ളമൊക്കെ ഒന്ന് ചാടുന്നതൊന്ന് നോക്കിയിരുന്നാൽ തിരിച്ചു പോകുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിലും നമ്മുടെ മൈൻഡ് എന്തായാലും റീസെറ്റ് ആയിട്ടുണ്ടാവും. ഇവിടെ നല്ല കാറ്റുമാണ്, അതുപോലെ തന്നെ ഇഷ്ടം പോലെ പരുന്തുകളും ഉണ്ട്. ഞാറ്റുവേല കൃഷി ഇറക്കുന്ന തിരക്കിലാണ് ഇവിടെ എല്ലാവരും. വളരെ സാധാരണക്കാരായ ആളുകളും സന്തോഷം നിറഞ്ഞ മുഖങ്ങളും. എന്തായാലും ഈ താമരപ്പാടത്തെ കാഴ്ചകളെല്ലാം ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് കണ്ട് ആസ്വദിച്ച് ഇനി നമുക്ക് ഈ നാട്ടുവഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകേണ്ടത് സീതാർകുണ്ട് വാട്ടർഫാൾസിലേക്കാണ്. ഗ്രാമീണത തുളുമ്പുന്നൊരു ഫ്രെയിമല്ലേ. നമുക്ക് താമരപ്പാടത്ത് നിന്നും ഏകദേശം ഒരു 600-700 മീറ്റർ പോയി കഴിഞ്ഞാൽ സീതാർകുണ്ടിന്റെ ആ ഒരു വാട്ടർഫാൾസിന്റെ അടിവാരത്ത് നമുക്ക് എത്താൻ സാധിക്കും കേട്ടോ. പോകുന്ന വഴി ഇതുപോലെ തന്നെ ഏകദേശം മൊത്തത്തിൽ ഓഫ് റോഡ് തന്നെയാണ്. ഈ വഴിയിലൂടെ മുന്നോട്ട് വന്ന് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് 100 മീറ്റർ മുന്നോട്ട് പോയാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ ഈ ഒരു വ്യൂയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. ചെറിയൊരു ഗുണാക്കേവ് സെറ്റപ്പ് അല്ലേ. മഴ തകർത്ത് പെയ്യുന്നത് കൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിനൊക്കെ അത്യാവശ്യം നല്ല ഫോഴ്സാണ് കേട്ടോ. ഈ നിൽക്കുന്ന പോലെ ഇവിടെ ആരും ഒന്നും നിൽക്കരുത് ദൈവത്തെ വിചാരിച്ചിട്ട്. പാറക്കെല്ലാം നല്ല വഴുക്കലാണ്, മാത്രമല്ല മലമുകളിൽ നിന്നും വരുന്ന വെള്ളവുമാണ്. ഏത് സമയത്ത് വേണമെങ്കിലും വെള്ളത്തിൻ്റെ ശക്തി കൂടാം. അതെല്ലാം ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് സൈനിങ് ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും ഓരോ ആപത്തുകൾ ആവർത്തിക്കാൻ മുൻപന്തിയിൽ തന്നെയാണ് എപ്പോഴും മലയാളി അല്ലേ. സീതാർകുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, പ്രോപ്പറായിട്ട് നമുക്കൊരു വാട്ടർഫാൾസിൻ്റെ വ്യൂ ഒന്നും അവിടെ ആസ്വദിക്കാൻ സാധിക്കില്ല. ഈ കാണുന്ന ഫുട്ടേജിലുണ്ട് കഴിഞ്ഞ കൊല്ലം എന്തുകൊണ്ടാണ് കൊല്ലങ്കോട്ടുകാർ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലേ. മൊത്തം പ്ലാസ്റ്റിക്കാണ് ഇവിടെയെല്ലാം, ഭക്ഷണം കഴിച്ച വേസ്റ്റും എല്ലാം ഇട്ടിരിക്കുന്നു. ഇത് ഫോറസ്റ്റാണ്, എന്താ ചെയ്യുക. ആ വെള്ളച്ചാട്ടത്തിൻ്റെ മൊത്തമായ ഒരു ആംബിയൻസ് കിട്ടാത്തത് കൊണ്ടും സമയമില്ലാത്തത് കൊണ്ടും നമുക്ക് തൽക്കാലം ഇവിടെ നിന്നും വിട വാങ്ങാം. ഇനിയും ഉണ്ട് 3-4 സ്ഥലങ്ങൾ കവർ ചെയ്യാനായിട്ട്. സമയം ഏകദേശം 1 മണിയാവുന്നു. അന്നും ഇന്നും ഈ ചായക്കടയും ഈ ചേട്ടനും സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആണ്. ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു കാര്യമില്ല. ഇതാണ് ചെല്ലപ്പഞ്ചേട്ടൻ്റെ കട. പനയോലയെല്ലാം കൊണ്ട് പഴമയിൽ തീർത്ത ഒരു പട്ടപ്പുര. ഈ പഴമയും ഈ പട്ടപ്പുരയും തന്നെയാണ് നമ്മളെല്ലാവരെയും ഇവിടേക്ക് എത്തിച്ചത്. മാത്രമല്ല കേട്ടോ, പുള്ളിയുടെ ഒരു സ്പെഷ്യൽ ചായയും ഉണ്ട്, പരിപ്പടയുണ്ട്. അത് കഴിക്കാണ്ട് എന്തായാലും നമുക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കില്ല. ഇനി ഈ വഴിയിലൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തേക്കിൻചിറ പെരിങ്ങോട്ടുശ്ശേരി കളമാണ്. അവിടെ വരുന്ന വഴിക്ക് ഞാനൊരു ബോർഡ് കണ്ടു, കളത്തിൽ ഊണെന്നുള്ളത്. ഈ സമയത്ത് ഊണ് കിട്ടുമെന്ന് അറിയില്ല, ഏകദേശം ഒരു 3 മണി കഴിഞ്ഞു. എന്തായാലും അവിടെ പോയി നോക്കാം. ഒരുപാട് വർഷം പഴക്കമുള്ളൊരു കളമാണ് കേട്ടോ അത്. വിളവെടുത്ത നെല്ലും കൃഷിക്കാവശ്യമായ വളമെല്ലാം സൂക്ഷിക്കുന്നതെല്ലാം ഈ കളത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ ആ കളത്തിൻ്റെ പുറകിലായി കാണുന്നതെല്ലാം മാങ്ങാത്തോട്ടങ്ങളാട്ടോ. വേനൽക്കാലത്ത് വന്നാൽ നല്ല പഴുത്ത് നിൽക്കുന്ന മാങ്ങകളും അതുപോലെ തന്നെ വിളവെടുക്കുന്ന കാഴ്ചകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഈ മുതലമട കൊല്ലങ്കോട് ഭാഗത്തൊക്കെ കൃഷി ചെയ്ത മാങ്ങയ്ക്ക് ഭയങ്കര ഡിമാൻഡ്സാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പുറത്തോട്ടും ഇവിടെ നിന്ന് മാങ്ങകളെല്ലാം നല്ല രീതിക്ക് എക്സ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഒരുപാട് മലയാള സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ അത്. ഇതാണ് ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രം. നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ശില്പമാക്കിയിട്ട് ഈ ആലിൽ കെട്ടി തൂക്കിയാൽ ആ ആഗ്രഹം സഫലമാവുമെന്നൊരു വിശ്വാസം കൂടി ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ബസ്സും കാറും വീടും കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് ശില്പങ്ങൾ നമുക്ക് ഈ ആലിലൂടെ കാണാൻ സാധിക്കും.
അതുപോലെ മറ്റ് ക്ഷേത്രങ്ങളിൽ കാണാത്ത ഒരു വഴിപാട് നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. നമ്മുടെ വഴിപാട് അതിപ്പോൾ എന്തുമായിക്കോട്ടെ, കോഴിയോ ആടോ എന്താണെങ്കിലും അത് ഇവിടെ തന്നെ നിവേദിച്ച് ഇവിടെ തന്നെ ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ചു മടങ്ങുന്ന ഒരു ശീലം നമുക്കിവിടെ കാണാൻ സാധിക്കും. വിശ്വാസങ്ങൾക്കൊപ്പം ഈ സ്ഥലവും ഇന്ന് കൊല്ലങ്കോടിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലങ്കോട് എന്ന് പറയുന്നത് ഒരു ഗ്രാമം മാത്രമാണ്. അവിടെ താമസിക്കുന്നതെല്ലാം വളരെ പച്ചയായ ഗ്രാമീണ മനുഷ്യരും. അവരുടെ വരുമാനം എന്ന് പറയുന്നത് ഈ കാണുന്ന കൃഷിപ്പാടങ്ങളും കൃഷിയും ഒക്കെ തന്നെയാണ്. അത് നമ്മളൊരു ടൂറിസ്റ്റ് എന്ന രീതിയിൽ വന്നിട്ട് ഇവിടെ പ്ലാസ്റ്റിക് എല്ലാം ഇട്ട് വളരെ വൃത്തികേടാക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും. ഈ ഒരു നെൽപ്പാടത്തിൻ്റെ ഏരിയ എല്ലാം നിങ്ങൾ ഉച്ചയാകുമ്പോഴേക്കും കവർ ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏകദേശം ഒരു 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സിംഗിൾ ലൈൻ റോഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടാവും. അതുപോലെ തന്നെ കൊല്ലങ്കോട് വരാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ വർക്കിംഗ് ഡേയ്സ് സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.